ആ ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മലയാളം ക്ലാസ്. അപ്പോ നമ്മുടെ പൂമ്പാറ്റ 7 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതിന് കൂട്ടത്തിൽ കുറച്ചുപേരെ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ആരെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോകുന്നവരാണ് യ, ര, ല, വ, ഷ, ഷ, സ, ഹ, ല, ഴ, റ. ഇത്രയും പേരെ കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് പഠിക്കണം. നമുക്ക് ആദ്യത്തെ അക്ഷരം യ പഠിക്കാം. ആരാണ് യ എന്ന അക്ഷരം? ഇയാളാണ് യ. ഇതാണ് ആര്? യ. യ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ യ എന്ന അക്ഷരം എവിടെയാണ് വരാറുള്ളത്? മലയാളത്തിലെ മൂന്നാമത്തെ അക്ഷരം ആരാണ്? യ ആണ്. മുയൽ എന്നതിലെ മുയലിലെ രണ്ടാമത്തെ അക്ഷരം ആരാണ്? യ ആണ്. അതുപോലെ പലയിടങ്ങളിൽ നമ്മൾ ആരുപയോഗിക്കും? യ ഉപയോഗിക്കും. അപ്പൊ പുതിയ അക്ഷരം ആരാണ്? യ. എല്ലാവരും പറയണം, വാക്കുകള് കണ്ടുപിടിക്കണം. യാ വെച്ചുള്ളത്, യാ വരുന്ന വാക്കുകൾ. മുയൽ കിട്ടി, മലയാളം കിട്ടി. ഇനി ഇതുപോലെ കൂടുതൽ വാക്കുകൾ എന്താണ് കണ്ടെത്തണം. ഓക്കെ, മയിലുണ്ട്, അതുപോലെ ഒരുപാട് വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ അടുത്തത് യാ കഴിഞ്ഞാൽ രാ ആണ്. ആരാണ്? രാ. രാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക? കര, വിരൽ, താരം, ഇതൊക്കെ രാ ഉപയോഗിച്ചാണ് എഴുതുക. മനസ്സിലായോ? രാ. വിരൽ, നമ്മുടെ വിരൽ എന്ന വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? രാ ആണ്. അതുപോലെ അടുത്ത അക്ഷരം ആരാണെന്ന് അറിയാമോ? ല. അടുത്തത് ല ആണ്. ല എന്ന അക്ഷരം എവിടെയൊക്കെ ഉപയോഗിക്കുക? മാല, മല, വല, ഇവിടെയൊക്കെ ആരുപയോഗിക്കും? ല ഉപയോഗിക്കും. എല്ലാവരും മാലയൊക്കെ ഇട്ട പെൺകുട്ടികളെ നല്ല ഭംഗിയല്ലേ കാണാൻ? മാല, ആൺകുട്ടികളും മാല ഇടുന്നവരുണ്ട്. മാല, മല. മല കണ്ടിട്ടുണ്ടോ? വലിയ മലകൾ. അതിന്റെയൊക്കെ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ല ആണ്. അടുത്തത് വ. അടുത്ത അക്ഷരം ഏതാണ്? വായാണ്. വാ. വാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? ഇതുപോലെ എഴുതിയാലാണ് വായാവുന്നത്. വാ ഉപയോഗിച്ചുള്ള വാക്കുകൾ പറയൂ. വായ, വായിൽ എന്തുണ്ട്? വായുണ്ട്. വള, വളയിൽ എന്തുണ്ട്? വായുണ്ട്. വാഴ, വഴുതനങ്ങ, ഇതിലൊക്കെ എന്തുണ്ട്? വായുണ്ട്. വയൽ, ഇതിലൊക്കെ എന്തുണ്ട്? വായുണ്ട്. വയലിൽ നമ്മൾ മുമ്പ് പഠിച്ച യായമുണ്ട്. അപ്പൊ വാ പഠിച്ചു. ഇനി അടുത്ത അക്ഷരം ഏതാ? ഷ. ഇത് ഷായാണ്. ഷ. ഷ എന്താണ്? ഷ ഉപയോഗിച്ചുള്ളതെന്ന് പറയും ദോശ. പിന്നെ വിശറി, ദോശയും വിശറിയും ഒക്കെ എന്താണ്? ദോശ, വിശറി എന്നിവയൊക്കെ ഈ ഷ ഉപയോഗിച്ചാണ് എഴുതുക. മനസ്സിലായോ? ദോശ എല്ലാവരും കഴിക്കാറില്ലേ? നല്ല രുചിയുള്ള ദോശ, അതിന്റെ ഷ ഏതാണ്? ഈ ഷായാണ്. ഇനി അടുത്തത് മറ്റൊരാളാണ് ഷ. ഇത് ഷ, അത് ഷ. ഷ എങ്ങനെയാണ് എഴുതുക? മഷി. മഷിക്ക് ഉപയോഗിക്കുന്ന ഷ ആണ് ഇത്. അടുത്തത് ആരാണെന്ന് അറിയാമോ? സ. അടുത്ത അക്ഷരം ആരാണ്? സായാണ്. സ എഴുതുന്നത് ഇങ്ങനെയാണ്. സ. കണ്ടോ? സ ഉപയോഗിച്ചുള്ള വാക്കുകൾ പറയൂ. സഞ്ചി, സാധനങ്ങൾ, ഇവയൊക്കെ ഏതക്ഷരം ഉപയോഗിച്ചാണ്? ഈ സ ഉപയോഗിച്ചാണ് എഴുതുക. സഞ്ചി, സാധനങ്ങൾ, സംഗീതം, സാഗരം, ഇതൊക്കെ ഏത് ഉപയോഗിച്ചാണ് എഴുതുക? ഈ സ ഉപയോഗിച്ചാണ് എഴുതുക. ഇതുപോലെ ഒരുപാട് വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അടുത്തത് ഹ. ഹ എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയാണ് ഹ എഴുതുക. ഇതാണ് ഹ. ഹ. ഹംസം. ഹംസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? താറാവല്ലേ? താറാവ്, അതാണ് ഹംസം. ഹംസം. പിന്നെ അതുപോലെ ഹ വെച്ച് പലതുണ്ടാക്കാം. ഹരണം, അങ്ങനെ പല പല വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഹ ഉപയോഗിച്ചുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം. എന്തൊക്കെയാണ് ഹ വെച്ചുണ്ടാവുക? ഹാരം. ഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മാല. ഹാരത്തെ മാല എന്നാണ് പറയുക. പിന്നെ അടുത്തത് ലായാണ്. അടുത്ത അക്ഷരം ല. ഹ, ല. ല എന്നുള്ള അക്ഷരം വെച്ചുള്ള വാക്കുകൾ അറിയാമോ? തവളയിൽ എന്തുണ്ട്? ലായുണ്ട്. അതുപോലെ ഒരുപാട് വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ലാ വെച്ചുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കണ്ടെത്തണം. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊന്നും പെട്ടെന്ന് വന്നില്ല. പെട്ടെന്ന് തവളയാണുണ്ട്, അതാണ് നമ്മുടെ ടെക്സ്റ്റിലുമുള്ളത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. ലാ വെച്ച് വേറെ എന്തൊക്കെയുണ്ട്? വളയുണ്ട്. പിന്നെയോ ഇതുപോലെ ഓരോന്ന് ആലോചിക്കണം. കുളം, അങ്ങനെ ഓരോന്ന് ആലോചിക്കാം. അപ്പൊ ലാ വെച്ച് എവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഓർക്കണം. ഇനി അടുത്തത് ഴായാണ്. ഴ.
അടുത്തത് ഴ എന്ന അക്ഷരമാണ്. ഴ എന്ന അക്ഷരം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? വാഴ, മഴ, പുഴ, ഇതിലൊക്കെ എന്തുണ്ട്? ഴ ഉണ്ട്. മനസ്സിലായോ? വാഴ, നമ്മൾ വാഴപ്പഴമൊക്കെ കഴിക്കില്ലേ, ആ വാഴയില് ഈ ഴായാണ് ഉപയോഗിക്കുന്നത്. മഴ, ആകാശത്ത് നിന്നുള്ള തുള്ളിയായി വീഴുന്ന ജലകണികകളാണ് മഴയല്ലേ. തണുത്ത് താഴോട്ട് വന്ന് വീഴുന്ന ജലകണികകളാണ് മഴ. ആ മഴയുടെ രണ്ടാമത്തെ അക്ഷരവും എന്താണ്? ഈ ഴായാണ്. അടുത്തത് ഇതിൽ നമ്മൾ അവസാനം പഠിക്കുന്ന അക്ഷരം റായാണ്. റാ, റ, തറ, പറ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? തറ, പറ, അതിലുള്ള റാ ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, യ, ര ഇത്രയും അക്ഷരങ്ങൾ കൂടെ ഉടനെ പഠിച്ചു തീർക്കണം. കേട്ടല്ലോ? മിടുക്കരും മിടുക്കികളുമായ കൂട്ടുകാരെല്ലാവരും ഇത് ഉടനെ പഠിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പറഞ്ഞു തരാം. നിറം കൊടുക്കാനായി നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് തൊട്ടടുത്തുള്ള പേജിൽ 39ാമത്തെ പേജില് ഒരു പൂച്ചെടി ചട്ടിയിൽ നിന്നും വളർന്നു വരുന്നുണ്ട്. അതിൽ ഒരുപാട് അക്ഷരപ്പൂക്കളുണ്ട്. ആ അക്ഷരപ്പൂക്കളിലെ ഓരോ അക്ഷരങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ആ അക്ഷരങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ആ അക്ഷരവുമായി ബന്ധിപ്പിക്കാൻ തോന്നുന്ന ഏതെങ്കിലും ഒരു നിറം ഉപയോഗിച്ച് ആ ഇതളിന് നിറം നൽകുക. അങ്ങനെ നിങ്ങൾ ആ ചെടിയിലെ മുഴുവൻ പൂക്കളുടെ ഇതളുകൾക്ക് നിറം കൊടുക്കില്ലേ? കൊടുക്കുമോ? അപ്പൊ അതിലുള്ള അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താ? ഓരോന്നും നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പൊ അവയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് ഓർഡറില്, ഏത് ഓർഡറില്? ക, ഖ, ഗ, ഘ, ങ, അങ്ങനെ ഓർഡറില് ചൊല്ലി 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 ഓരോ ഇതളും കണ്ടുപിടിച്ച് കവർ കൊടുക്കണം. കേട്ടോ? കൊടുക്കില്ലേ? ബൈ ബൈ.